ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് തമ്പുളുവിൻ്റെ കൂടെ ഷൂട്ട് ചെയ്ത ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്. ഇപ്പോൾ സമയം 7:42. ഇപ്പോൾ നമ്മൾ പാലാഴിയിൽ നമ്മുടെ പ്രസവരക്ഷ സമയത്ത് എടുത്തു വെച്ചൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സാധാരണ തമ്പു എഴുന്നേക്കുന്ന കൂട്ടത്തിലാണ് എണീക്കാറ്. ഇന്ന് അവൻ അത്യാവശ്യം രാവിലെ കിടന്ന് ഉറങ്ങി അതാട്ടോ. അല്ലെങ്കിൽ ഒരു 6-6:30 ആകുമ്പോഴേക്കും അവനെ എഴുതി തരും. ഇത് അവന് 1 മാസം പോലും തികയണേന് മുമ്പ് എടുത്തു വെച്ചതാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നത്. അമ്മ രാവിലെ തന്നെ അവനത് ഇങ്ങനെ കണ്ണിൻ്റെ അവിടെ മസാജ് ചെയ്ത് കൊടുക്കും. ഡോക്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അമ്മയുടെ കയ്യിൽ അവനെ ആക്കിയിട്ട് ഞാൻ നേരെ പോയി മുഖമൊക്കെ കഴുകി രാവിലെ ഒന്ന് ഫ്രഷ് ആവുകയാണ്. ഇപ്പോൾ അവർ വന്ന് നമ്മളെ വിളിക്കും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. അപ്പം ആദ്യം പല്ലൊക്കെ തേച്ച് ഭക്ഷണമൊക്കെ വെച്ച് റെഡി ആയിരുന്നാൽ നമ്മൾ ഡിലേ ആയില്ലെങ്കിൽ അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പോൾ രാവിലെ തന്നെ ഒരു 6 മണിയാകുമ്പോൾ പാല് വരും. ഇച്ചിരി വൈകിപ്പോയി, പാലൊക്കെ ആറിപ്പോയി കേട്ടോ. രാവിലത്തെ പാലും മുട്ടയും ഞാൻ കഴിച്ചപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരാനുള്ള ടൈമായി. ആ സമയത്താണ് ഞാനിന്ന് പാലും മുട്ടയും കഴിക്കുന്നത്. അപ്പോൾ അമ്മ വിൻഡോയൊക്കെ തുറന്നിട്ട് നല്ല ലൈറ്റ്സ് ഒക്കെ റൂമിലേക്ക് കയറാനായിട്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകാറുണ്ട്. വൈകുന്നേരമാണ്. ഇപ്പോൾ ജസ്റ്റ് ബാൽക്കണി ഉണ്ട് അവിടെ പോകുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. നല്ല ലൈറ്റും കാര്യങ്ങളും വരും. അപ്പോൾ അവന് 1 മാസം ആയിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അവനെ വെയിൽ കൊള്ളിക്കാൻ ഞങ്ങൾ കൊണ്ടുപോകും. പക്ഷെ അവന് തീരെ ഇഷ്ടമില്ലായിരുന്നു. അവനിങ്ങനെ കണ്ണിങ്ങനെ ഇതാക്കി ഇങ്ങനെ ചിമ്മിക്കളയും. വെയിലടിക്കുമ്പോഴേ കണ്ണിലേക്ക് കണ്ടത് ഇതുപോലെ കണ്ണ് കാണിക്കും. എന്നാലും അമ്മ ജസ്റ്റ് അവനെ അവിടെയൊക്കെ കൊണ്ടുവന്ന് നടന്ന് വെയിലും ചെറുതായിട്ടൊരു വെയിലൊക്കെ കൊള്ളിക്കൂട്ടാ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ കൊളിക്കണം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെയിൽ കൊളിക്കാറുണ്ട്. അവിടെ ഈ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. ഇത് പഴുക്കോ എന്ന് നോക്കി ഞാൻ നിൽക്കുമായിരുന്നു കേട്ടോ. പോണ വഴി ഞാൻ നോക്കി, പക്ഷെ അത് പഴുക്കൂല, അത് ചെനച്ച് കായ്ച്ച് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ അമ്മ അവനെ കുറേ നേരം വെയിലൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴേക്കും അവൻ ചെറുതായിട്ടൊരു ചിഹ്നങ്ങൾ ഇറങ്ങിയിട്ട് ഒരു കരച്ചിലിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു 1-1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ്, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളം അടുപ്പിച്ചാണ് ഞാൻ അവനെ എടുക്കാൻ തുടങ്ങി കേട്ടോ. നിങ്ങളൊക്കെ എപ്പോഴാണ് സ്വന്തമായിട്ട് കുഞ്ഞിനെ എടുക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയണേ. ചിലർക്ക് നേരത്തെ അറിയാം, പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളൊന്നും എടുത്ത് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഞാൻ നല്ല സൂപ്പറായിട്ട് അവനെ എടുക്കും. ഈ സമയത്തൊക്കെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരുത്തി ഇങ്ങനെ പിടിക്കുള്ളൂ. അത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് നേരെ കിച്ചാമിനെ വിളിക്കും. കിച്ചാമൻ ആ സമയത്ത് വീട്ടിലാണ്. ഞാൻ പറഞ്ഞില്ല നമ്മൾ പാലാഴിയിലായിരുന്നു. ആ സമയത്ത് പാലാഴിയിൽ നിന്ന സമയത്ത് എൻ്റെ അമ്മയായിരുന്നു മെജോറിറ്റി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം റീനാമ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ശരി ഞാൻ കിച്ചാൻ വന്ന് നിൽക്കും. അങ്ങനെയായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നിട്ട്. അപ്പം എല്ലാ ദിവസവും രാവിലെ കിച്ചാമ കൊച്ചിനെ കണ്ട് കളിപ്പിച്ചിട്ടാണ് ജോലിക്ക് പോകാറ്. ജോലി ഉള്ളതുകൊണ്ട് പുള്ളിക്ക് അത്രയും ദിവസം വന്ന് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് നേരം കൂടി കിടത്തും, കുറച്ച് വെയിൽ കിട്ടാൻ. ഇപ്പം എന്തൊരു മഴയാ. ആ സമയത്ത് വെയിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇതുപോലെ ജനലിൻ്റെ അരികത്തൊക്കെ കൊണ്ടുവന്നിട്ട് അവനൊരു ഫ്രഷ് എയർ കിട്ടട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. വെയിലാണെങ്കിലും മഴയാണെങ്കിലും ചൂടിനൊന്നും ഒരു കുറവില്ല അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് മഴക്കാലമാണെന്ന് വിചാരിച്ച് നിങ്ങൾ സൺസ്ക്രീൻ ഒഴിവാക്കാറുണ്ടോ? അതായത് നമുക്കിപ്പോൾ മഴക്കാലമാണെങ്കിലും വെയിലുകാലമാണെങ്കിലും ഏത് കാലത്താണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല അഫോർഡബിൾ അല്ല, ജസ്റ്റ് 250 rupees ഉള്ളൂ. എന്നാൽ പ്രീമിയം സൺസ്ക്രീൻസിന്റെ ബെനിഫിറ്റ് ഉള്ളതാണ്ടോ ഈ ഒരു സൺസ്ക്രീൻ. ഇത് നമ്മുടെ ഗുഡ് വൈബ്സിന്റെ സീസ എന്ന് പറഞ്ഞിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഈ മൺസൂൺ കാലത്തൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി കാരണം നമ്മുടെ സ്കിൻ ഓയിലി ആവുക, ആക്നെ പ്രോൺ ഒക്കെ ആവില്ല. അതിന് പറ്റിയൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. ഒരുപാട് പേര് ഈ മൺസൂൺ കാലത്ത് സൺസ്ക്രീൻ മിസ് ചെയ്യും. അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഫ്രേഗ്രൻസ് ഇല്ല, നോൺ ഗ്രീസി ആണ്. അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഓയിലി സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആണ്. ഞാനൊരു 2 finger റൂൾ യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് 3 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ഔട്ട്. അതിൻ്റെ ഫോർമുല അടിപൊളി ഫോർമുലയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1, 2 and 3 എന്നുള്ളിൽ തന്നെ സംഭവം ബ്ലെൻഡ് ആയി കഴിഞ്ഞു കേട്ടോ. ആൻഡ് അതിൻ്റെ ഒരു ഗ്ലോയിങ് കാര്യങ്ങൾ നോക്കി. ഇതിൽ സീസ ഉള്ളതുകൊണ്ടാണ് ഇത്ര ഹൈഡ്രേറ്റിങ്ങും ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇനി മഴയായാലും വെയിലായാലും എന്തായാലും സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത്. എന്തായാലും ഇത് പർപ്പിൾ അവൈലബിൾ ആണ്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെ തമ്പുടൂനെ കുളിപ്പിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് ആദ്യം കുഞ്ഞിനെ കുളിപ്പിക്കാറ്. എന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ച് കിടത്തി ഇറക്കിയിട്ട് നമ്മൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം കേട്ടോ. അവിടെ ചെന്ന് കുളിപ്പിക്കും. നമ്മൾ തമ്പുടൂനെ കുളിപ്പിക്കാൻ കിടത്തുന്നത് ബബിൾ മാറ്റിലാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട്. അങ്ങനെ തമ്പുടൂനെ കുളിപ്പിച്ച് റൂമിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ ട്രീറ്റ്മെന്റിനായിട്ട് വന്നു. ഇതാണ് അഞ്ജന, ഇത് റിൻഡു. യെസ്, ദിസ് ഈസ് റിൻഡു. ഇവർ 2 പേരുമായിരുന്നു നമുക്ക് അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് ഉണ്ടായത്. അഞ്ജനയാണ് എൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത എൻ്റെ തെറാപ്പിസ്റ്റ് കേട്ടോ. അപ്പൊ ഇന്ന് സ്കീം ബാത്ത് ഉള്ള ദിവസമാണ്. അപ്പൊ അഞ്ജന ഇരുന്നോളൂ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അവളുടെ വീഡിയോ എടുത്തിട്ട് അവൾ നാണായിട്ട് ചേച്ചിൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. എങ്കിലും ആൾ അടിപൊളിയാണ് കേട്ടോ. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് നമുക്ക് നീരും കാര്യങ്ങളൊക്കെ ഉടച്ച് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് ഫീൽ വരും കേട്ടോ ഒരു ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ. ഈ സാധനം ഞാൻ എല്ലാവരുടെ വീഡിയോയിൽ കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട്. ഈ ഒരു മരത്തടിയുടെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം സ്റ്റീം ചെയ്യും അവർ.
ഇങ്ങനെ പുഴുങ്ങിയെടുക്കുകയൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ മേത്തുള്ള എക്സ്ട്രാ ഫാറ്റൊക്കെ ഇങ്ങനെ വീർത്ത് പോണ പോലെ എനിക്ക് ഫീൽ ആയത്. നല്ലോണം വെട്ടി വേർക്കും നമ്മൾ ഇങ്ങനെ, അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ കുളിച്ചിറങ്ങിയ പോലെ ഇരിക്കും, അതുപോലെ വെട്ടി വേർത്തോണ്ടിരിക്കും കേട്ടോ. കണ്ട പുക ഇങ്ങനെ വരണ്ട, പുകയുന്ന ആവി വരുന്നുണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ നമുക്ക് രാസ്നാദിയൊക്കെ പുരട്ടി തരും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ധൂപം പിടിക്കും കേട്ടോ. ഇത് നമുക്ക് ജലദോഷമൊന്നും വരാതിരിക്കാൻ, കാരണം നമ്മൾ എല്ലാ ദിവസവും എണ്ണയൊക്കെ ഇട്ട് കുളിച്ച് അങ്ങനെയൊക്കെ ചെയ്യണോണ്ടിട്ട് ജലദോഷമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിങ്ങനെ മണത്ത് കഴിയുമ്പോൾ തലക്കെട്ടൊരു അടി കിട്ടുന്ന പോലെ ഇരിക്കും. നല്ല നല്ല ഫീലാട്ടോ അത്. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യണം ഗൈസ്. നമുക്ക് ഇതൊക്കെ എടുത്തോണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. എനിക്കൊരു ജലദോഷം വന്നു, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇട്ട് സ്ഥിരം കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് അപ്പം തുമ്മിൽ വരുന്ന ആളാണ്. എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത് വരാതിരിക്കാൻ, കുഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നല്ലോണം ഇങ്ങനെ വലിക്കും, ഒന്നും വരരുത് എന്നുള്ള ഇതിലാണ് കേട്ടോ. നല്ല കാര്യമായിട്ട് തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടി പുകയ്ക്കും. ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ മുടി പുകയ്ക്കാൻ ഒരാൾ നിൽക്കുന്നു, ഇപ്പം എൻ്റെ മുടി പുകയ്ക്കാനും ഒരാൾ നിന്ന് മുടി പുകയ്ക്കുന്നു. പണ്ട് ഈ സിനിമയിൽ തമ്പുരാട്ടിമാരൊക്കെ ഇങ്ങനെ മുടി പുകയ്ക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കും എന്താ അത് ശരിക്കും ആ പുകയ്ക്കണത് കുന്തിരിക്കിട്ടാട്ടോ പുകയ്ക്കണം, നല്ല മണമായിരിക്കും നമ്മുടെ മുടിക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കരിയൊക്കെ എഴുതി തരും കേട്ടോ, പൊട്ടൊക്കെ തൊട്ട് തരും. അതുപോലെ തന്നെ കൺമഷിയൊക്കെ എഴുതാനായിട്ട് തരും കേട്ടോ. അത് കൺമഷി എഴുതണം എന്ന് അവർ പറയും, എന്താണെന്ന് എനിക്കറിയില്ല, കണ്ണിനൊക്കെ ഒരു കുളിർമ കിട്ടാനായിരിക്കാം. അവരവിടെ തന്നെ ഉണ്ടാക്കുന്ന കൺമഷിയാട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ, റൂമിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ തമ്പ്രൂര് ഉറക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് അവനെ നോക്കി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനിനി അതൊക്കെ ചെയ്യും. ഇവന് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ, ഫോൺ നോക്കുക, അതൊക്കെ ഞാൻ ഇവൻ ഉറങ്ങുന്ന സമയത്തായിരുന്നു എൻ്റെ ആ പരിപാടികളൊക്കെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ പയ്യെ എഴുന്നേക്കും കേട്ടോ. ഉച്ചയായപ്പോഴേക്കും കൊച്ചു എഴുന്നേറ്റു. പിന്നെ കുഞ്ഞ് പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ അവൻ കിടന്നുറങ്ങും. ആ സമയത്തേക്ക് നമ്മുടെ ലഞ്ചും വന്നു കേട്ടോ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മറന്നേ. അപ്പം ഇന്ന് ചോറിന് എന്തൊക്കെ കറിയായിരുന്നു, മോര് കാച്ചിയത് ഉണ്ടായിരുന്നു, അച്ചിങ്ങല്ല ബീൻസ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഫേവറേറ്റ് മത്തങ്ങയും പേരുണ്ടായിരുന്നു. അതൊക്കെ കൂടി ഊണ് കഴിച്ചു. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുറക്കം, അത് നമുക്ക് നിർബന്ധമാണ്. അത് പണ്ട് മുതലുള്ള ഒരു ശീലാണ്. ഊണ് കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 4-4:30 ആകുമ്പോഴേക്കും നമ്മൾ എഴുന്നേക്കും. ആഹാ, വ്യൂ കണ്ടോ, എന്തൊരു ഭംഗിയല്ലേ സീനറി. നമ്മൾ ഈ പണ്ട് വീട്ടിലൊക്കെ സീനറി വെക്കില്ല, അതുപോലെ ഉണ്ട്. ഞാനിങ്ങനെ മേഘത്തിനൊക്കെ സൂം ചെയ്തെടുത്ത് രസിക്കായിരുന്നു. ഈ ഒരു സമയത്തേക്ക് നമുക്ക് അവർ ചായ കൊണ്ടുവന്ന് തരും. എല്ലാം കൃത്യസമയത്ത് സാധനങ്ങൾ എത്തും കേട്ടോ. 9 നേരമായിരുന്നു നമുക്ക്, അതായത് പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ അവിടുത്തെ പേഷ്യൻറ്റ്. എനിക്ക് 9 നേരമായിരുന്നു ഭക്ഷണം. അല്ലാണ്ട് നമ്മുടെ ബൈസ്റ്റാൻഡർക്ക് 4 നേരമായിരിക്കും ഭക്ഷണം. ചായ, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചായ, രാത്രി ഡിന്നർ. ഇതാണ് നമ്മുടെ ബൈസ്റ്റാൻഡറിൻ്റെ ഇത്. നമുക്കാണെങ്കിൽ രാവിലെ 6 മണിക്ക്, 8 മണിക്ക്, 11 മണിക്ക്, 12 മണിക്ക്, 1 മണിക്ക്, പിന്നെ 4 മണിക്ക്, 6 മണിക്ക്, 8 മണിക്ക്, 10 മണിക്ക്, അങ്ങനെ നമുക്കിങ്ങനെ 9 നേരം ഭക്ഷണം തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പയ്യെ പുറത്തിറങ്ങിയിട്ടാ. ഈ സമയത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാറ്. അപ്പം ഞാൻ എൻ്റെ പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചിട്ട്. ഇത് കങ്കരപ്പടിയിലാണ്, കാക്കനാട് കക്കരയിലാണ് കേട്ടോ സ്ഥലം. നല്ല അടിപൊളിയാണ്, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം. നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഒരു പീസ്ഫുൾനെസ് തോന്നും കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ താഴത്തിറങ്ങിയാലും പോയി ബുദ്ധനെ നോക്കും കേട്ടോ. ആ ഒരു അവിടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള നല്ല ഭംഗിയാട്ടോ. പിന്നെ ഒരു കുഞ്ഞ് താമരക്കുളം പോലത്തെ സംഭവമുണ്ട്, അതിൽ 2 ഗോൾഡ് ഫിഷ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഡെയിലി പോയി നോക്കാനാണ് കേട്ടോ. അമ്മ എപ്പോൾ കുഞ്ഞിനെ കൈ കിട്ടിയാലും അവൻ്റെ കഴുത്തും കൈയും ഇങ്ങനെ ഈ മടക്ക് ഭാഗങ്ങളൊക്കെ നോക്കൂ കേട്ടോ. തമ്പുവാണെങ്കിൽ എൻ്റെ ഫോട്ടോ എടുക്കുകയാണോ എന്ന് ചോദിച്ചോണ്ടിരിക്കുക. എൻ്റെ അമ്മ വലിയൊരു ഗോപിപ്പൊട്ടൊക്കെ തൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു കുഞ്ഞിനെ എന്താ നടുക്ക് പൊട്ട് തുടങ്ങണേന്ന്. ചില സ്ഥലത്ത് കുഞ്ഞിന് ചോറ് കഴിയണവരെ സൈഡിലാണ് പൊട്ട് തുടങ്ങുന്നത്. എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാവർക്കും നടുക്ക് പൊട്ട് തൊടും. അതായത് 28 കഴിഞ്ഞ് കൺമഷിയും കരിവെള്ളയൊക്കെ ഇടുമ്പോൾ നടുക്കാ പൊട്ട് തുടങ്ങണം. പിന്നെ അങ്ങോട്ട് നടുക്ക് പൊട്ടാണ് കണ്ടേക്കണത്. അത് കഴിഞ്ഞ് ദേ വന്ന് മേല് കഴുകാനായിട്ട് അവർ വെള്ളം കൊണ്ടുത്തരും, വേത് വെള്ളം. ആ വെള്ളത്തിലാണ് കേട്ടോ രാവിലെ വൈകുന്നേരം കുളിക്കുക. കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതേ തമ്പൂട് കരച്ചു തുടങ്ങി കേട്ടോ. ഇനിയിപ്പം അവന് പാല് കൊടുത്തു കഴിഞ്ഞ് അവനെ കിടത്തി ഉറക്കും. നമ്മളൊരു 10 മണി 10:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങും കേട്ടോ. ഇന്ന് നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഇടിയപ്പം ഈ ഒരു ഇസ്റ്റു പോലത്തെ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇത് കഴിച്ചോടുകൂടി നമ്മൾ കിടന്നുറങ്ങും. ഇതാണ് നമ്മുടെ ഒരു ഡേ അവിടുത്തെ ഇങ്ങനെ ഇരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിയില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വെക്കണ്ട. ഇനിയും ഡേ മൈ ലൈഫ് ആണെങ്കിൽ പറയണേ ഇടാട്ടോ. അപ്പോൾ